ഇന്ന് കണ്ണൂർ മൗണ്ടിനോടൊപ്പം മാനന്തേരി UP സ്കൂളിലെ ഉറുദു അധ്യാപകൻ സിദ്ധാർത്ഥ് മാഷാണ്. ഇന്ന് സിദ്ധാർത്ഥ് മാഷ് ആ സ്കൂൾ തുറക്കുന്നതും അപ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ സ്കൂളുകളിലായി എന്നൊക്കെ പറയാണ്. മാഷെ, എങ്ങനെയാണ് തയ്യാറെടുപ്പുകൾ? പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വേണ്ടി സ്കൂളിൻ്റെ ഭൗതികപരമായും അക്കാദമികപരമായ എല്ലാ ഒരുക്കങ്ങളും നമ്മുടെ സ്കൂൾ മാനന്തേരി UP സ്കൂളിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. മാമ്പഴക്കാലങ്ങളും മധുരിക്കുന്ന വെക്കേഷൻ ഓർമ്മകളും ഒക്കെ ആയിട്ടാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് വിദ്യാർത്ഥികൾ വരുന്നത്. 2026-27 അധ്യയന വർഷം ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞ അധ്യയന വർഷങ്ങളാണ്. പഴയതുപോലെ ടെക്സ്റ്റ് ബുക്കുകളിലെ പഠനങ്ങൾ മാത്രമല്ല, ലഹരി എന്തിനോടൊക്കെ കുട്ടികൾക്കാകാം എന്നൊക്കെയാണ് എന്നത്, അതുപോലെ തന്നെ മാറ്റി നിർത്തപ്പെടേണ്ടതിനെക്കുറിച്ച്, ലഹരികളിൽ നമ്മൾ കേട്ടിട്ടുള്ള എപ്പോഴും അനാവശ്യമായിട്ടുള്ള ലഹരികളാണ് മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ മദ്യലഹരികളെ കുറിച്ചൊക്കെയാണ് പറയാറ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുട്ടികൾക്ക് ലഹരിയായി മാറേണ്ട കളിയിടങ്ങൾ, അതുപോലെ തന്നെ പഠനത്തോട് എങ്ങനെയൊക്കെ ലഹരികളാകാം, പൊതുവിദ്യാലയങ്ങളിലെ അത്യാധുനികമായ കമ്പ്യൂട്ടർ മേഖലകളിൽ എങ്ങനെയൊക്കെ കുട്ടികൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയ ലഹരിയൊക്കെയാണ് കഴിഞ്ഞ അധ്യയന വർഷമൊക്കെ ആയിട്ട് ഒരുക്കി വരുന്നത്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പല സ്കൂളുകളിലും ഈ കുട്ടികൾക്ക് കളിസ്ഥലമില്ല, ഗ്രൗണ്ടുകളില്ലാത്ത സ്കൂൾ ഒരുപാടുണ്ട്. അപ്പോൾ കഴിഞ്ഞ സർക്കാരുകൾ ഇതുപോലെ കുട്ടികൾക്ക് കളിസ്ഥലം വേണമെന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുതിയ വന്ന സർക്കാരിന് സാർ എന്താണ് പറയുന്നത്? പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ സർക്കാർ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭൗതികപരമായി ഏറ്റവും നല്ല ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ മറ്റ് കളിസ്ഥലങ്ങൾ, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കളിസ്ഥലങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ കഴിഞ്ഞ ഗവൺമെൻറ്, അതുപോലെ തന്നെ സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടി നല്ല പൂന്തോട്ടങ്ങൾ, ഇതൊക്കെ ഒരുക്കുന്നതിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ അടുത്ത വർഷം സർക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ പുതിയ സർക്കാർ കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു വാർഡിലൊരു കളിസ്ഥലം എന്നുപോലെ തന്നെ സ്കൂളുകളിൽ ആ വാർഡിലൊരു കളിസ്ഥലം പ്രത്യേകിച്ച് അത് സ്കൂളുകളിലാക്കിയിട്ട് സ്കൂളിൽ ബന്ധപ്പെട്ട ആ ഗ്രാമങ്ങളിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാൻ വേണ്ടി ആ കളിസ്ഥലം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അതുപോലെ തന്നെ പൂന്തോട്ടവൽക്കരണം അത് നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമ്മളെ കുട്ടികൾ ഈ മൊബൈലിൽ നിന്നൊക്കെ മാറിയിട്ട് പുതിയ ലോകത്തിൽ ഈ സൗന്ദര്യത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കുക എന്നതിനെക്കുറിച്ച് പഠിക്കും. ഈ മൊബൈലിലെ റീൽസിൽ നിന്നൊക്കെ മാറിയിട്ട് ഇത്തരം സൗന്ദര്യവൽക്കരിക്കുന്ന പൂന്തോട്ടത്തെപ്പറ്റി, അതിൻ്റെ ചെടികളെക്കുറിച്ച്, അതിൻ്റെ പരാഗണത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഈ ചെടികൾ ഒരുപാട് ഉപയോഗപ്പെടും. അതിനെ സംരക്ഷിക്കേണ്ടതാണ് അവിടെയുള്ള അധ്യാപകർ, അവിടെയുള്ള PTA, അവിടെയുള്ള ആ സ്ഥലങ്ങളിൽ പെടുന്ന നാട്ടുകാർ, ഇവരൊക്കെ ചേർന്ന് ആ സ്ഥലങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ വരും കാലങ്ങളിൽ മൊബൈലിനോട് ബായ് പറയുന്ന ഒരു കാലത്തിലെ കുട്ടികളെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനെല്ലാവരും ശ്രമിക്കുക.